അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തേങ്ങ മുട്ടായി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ചിലർക്ക് അറിയിക്കാൻ ഞാൻ ഫസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. 3 തേങ്ങ എടുത്തിട്ട് അതിൽ കാപ്പി കളർ ഭാഗം ഒഴിവാക്കിയിട്ട് വെള്ള ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ ഗ്യാസിലൊരു പാൻ വെച്ച് കൊടുത്തു. എൻ്റെ അടുത്ത് പാനില്ലാത്ത കാരണം ഒരു ഉരുളിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് പിന്നെ 1/2 കിലോ പഞ്ചസാരയും അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് പഞ്ചസാര നന്നായി തിളപ്പിച്ചെടുത്ത് നമ്മുടെ കയ്യിൽ ഒട്ടണ രീതി വരെ തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ ആ തേങ്ങയില്ലേ പൊടിച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഞാൻ ഇട്ടെടുത്ത് ആ 3 തേങ്ങയും ഫുള്ള് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കരുത്, മൊത്തമായിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കണം. നല്ല അതിൻ്റെ ടേസ്റ്റ് വേവുള്ളൂ എല്ലാം കൂടെ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഏലക്ക പൊടിച്ചതിട്ടെടുത്ത് എടുത്ത ശേഷം 3 ടീസ്പൂണ് മറ്റേ പാൽപ്പൊടി ഇട്ടെടുത്ത് എന്നിട്ട് ഇത് എല്ലാം കൂടെ ഞാൻ എന്താ പറയുക നല്ല വേവിച്ചെടുത്തത് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തത്, സിമ്മിലാക്കിയിട്ട് വേവിച്ചെടുത്ത്. ഈ തേങ്ങ എത്രയും വേവണേ അത്രയും മുട്ടായിക്ക് ടേസ്റ്റ് കിട്ടും. അങ്ങനെ വേവിച്ചെടുത്ത് നല്ല ചട്ടിയിൽ നിന്ന് ആ പാനിൽ നിന്ന് വേറിട്ട് പോരുന്ന രീതി വരേക്കും വേവിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് കാര്യമായിട്ട് പാത്രങ്ങളൊന്നുമില്ല. എന്ത് പാത്രം ഈ മുട്ടായി ഉണ്ടാക്കാൻ പറ്റിയ പാത്രങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ പാനിൽ നിന്ന് പോണ രീതി വരേക്കും ഞാൻ ഇളക്കി കൊടുത്ത്. എന്നിട്ട് കാര്യമായിട്ട് പാത്രമില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ എന്തോ ഒരു പാത്രമുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ വെച്ചിട്ട് ഞാനൊരു വായൻ്റെലൊക്കെ വെച്ചിട്ടാണ് ഈ മുട്ടായി ഈ തേങ്ങയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നും കണ്ട് ടൈറ്റ് ആവണം കേട്ടോ, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ട് അത് വൃത്തിയാക്കി കൊടുത്ത്, മുകൾ ഭാഗം എല്ലാം വൃത്തിയിലാക്കി കൊടുത്ത്. അപ്പോൾ ഞാൻ അമ്മച്ചിനോട് ചോദിച്ചു, അമ്മച്ചി ഞെടിസുകൾ എന്തെങ്കിലും ഉണ്ടോ, ബാദം അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിച്ച്. അപ്പം അമ്മച്ചി പറഞ്ഞ് ഇല്ല, ബാദം ഞാൻ തരില്ല, അണ്ടിപ്പരിപ്പ് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അണ്ടിപ്പരിപ്പും വെച്ചിട്ടെടുത്തുനിന്ന് വാങ്ങി ഞാൻ അതിന് മുകളിലെല്ലാം അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്ത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ച മക്കൾക്ക് പെട്ടെന്ന് കൊടുക്കാമെന്നുള്ള രീതിക്കാണ് ഞാനത് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ എടുത്ത് നോക്കിയത്. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ.